വീണ്ടും കേരളത്തിലേക്ക് വിവാദങ്ങൾക്കിടെ സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അവധി അപേക്ഷ നൽകി. ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അവധി അപേക്ഷ നൽകിയത്. അവധി അപേക്ഷ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് നൽകി. സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്തു പ്രസക്തി എന്ന് രേഖപ്പെടുത്തി വി.സി. ലീവ് അപേക്ഷ നിരസിച്ചു. സർവകലാശാലയിൽ നടക്കുന്ന വി.സി. രജിസ്ട്രാർ ഏറ്റുമുട്ടലുകൾക്കും വിവാദങ്ങൾക്കുമിടെ രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അവധി അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അവധി അപേക്ഷ നൽകിയത്. വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് ചുമതലയേറ്റെടുത്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലിനാണ് അവധി അപേക്ഷ നൽകിയത്. തനിക്ക് ശാരീരിക അസ്വസ്ഥതയും രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലും ഉള്ളതുകൊണ്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം ഇന്നു മുതൽ കുറച്ചുനാളത്തെ അവധി വേണമെന്നാണ് വി.സിക്ക് മെയിൽ അയച്ച അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്റെ അഭാവത്തിൽ രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും അവധി അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്തു പ്രസക്തിയെന്ന് രേഖപ്പെടുത്തി വി.സി. ലീവ് അപേക്ഷ നിരസിച്ചു. അതേസമയം SFI പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ നശിപ്പിച്ച സർവകലാശാലയുടെ വസ്തുവകകളുടെ നഷ്ടം കണക്കാക്കാൻ വി.സി. യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. നഷ്ടപരിഹാരം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കണമെന്ന നിലപാടിലാണ് വി.സി. ജനം, തിരുവനന്തപുരം.